വേണുഗോപാൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് മലപ്പുറത്ത്. ഗൂഗിൾ, മലപ്പുറത്തെ സാഹചര്യങ്ങൾ പറയും. ഈ പറവണ്ണയിലാണ്. അവിടെയാണ് ഇപ്പോൾ തിരൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്. അവിടെ ചില ആളുകൾക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ക്രമീകരിക്കുകയും വോട്ടർമാർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറവണ്ണയിലൊക്കെ അതിന് സാധ്യമായിട്ടില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതോടെ തന്നെ പെരിന്തൽമണ്ണയിൽ BLOയും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കേസെടുത്തിട്ടുമുണ്ട്. പെരിന്തൽമണ്ണ KMM UP സ്കൂളിലെ ബൂത്ത് നമ്പർ 80-ലാണ് സംഭവം. BLOമാരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് SI ഉൾപ്പെടെയുള്ള ആളുകൾ, പെരിന്തൽമണ്ണയിലെ SI ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞു. അവരോട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ BLO വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. SIയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസും കേസെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് ആർക്ക് ഗുണകരമാകും എന്നതിനെ സംബന്ധിച്ച ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്തുള്ള കോട്ട തന്നെയാണ്. 16-ൽ 12 അവർ വിജയിച്ചിരുന്നു.